നമസ്കാരം. റിവ്യൂ മാസ്റ്ററിന്റെ പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. ബ്രഹ്മയുഗം ഒരു പരീക്ഷണ ചിത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കളക്ഷൻ റെക്കോർഡുകളിലേക്കും കയറുന്നു. അതായത് ബ്രഹ്മയുഗത്തിൻ്റെ മൂന്ന് ദിവസം ഇന്ന് തീരാറാകുമ്പം ഏകദേശം 25 കോടി ക്ലബിലേക്കുള്ള കയറ്റമാണ്. 25 കോടി ക്ലബ്ബ്. 25 കോടി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇങ്ങനൊരു സിനിമയ്ക്ക്, ഇങ്ങനൊരു ജനറൽ സിനിമയ്ക്ക്, ഒരു പ്രത്യേക ടൈപ്പ് സിനിമയ്ക്ക്, ഒരു ഭയങ്കര കോമഡി, ഫാമിലി എൻ്റർടൈനർ, ആക്ഷൻ എൻ്റർടൈനർ ഒന്നും അല്ലാത്തൊരു സിനിമയ്ക്ക് കിട്ടുന്ന ഗംഭീര സ്വീകരണമാണ് ലോകമെമ്പാടും നിന്ന് കിട്ടുന്ന ബ്രഹ്മയുഗത്തിന്. ആദ്യത്തെ ദിനം അത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ വരും. എന്നാലും ഇപ്പോൾ ഉള്ള ട്രാക്ക് അനലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. ആ കളക്ഷനൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ആദ്യ ദിവസം ഈ പടത്തിന് ഏകദേശം വേൾഡ് വൈഡ് ഉള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ 7,70,00,000 രൂപയാണ്. രണ്ടാം ദിവസം ഏകദേശം 7 കോടിക്ക് അടുത്തുണ്ട്. ഇന്ന് അവർ ഏറ്റവും ബിഗസ്റ്റ് ഡേ കളക്ഷൻ ഇന്നാണ് വരാൻ പോകുന്നത്, ശനിയാഴ്ച. ഇന്നത്തെ കളക്ഷൻ ഏകദേശം 8 കോടിക്ക് മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഏകദേശം 23 കോടി രൂപ, അതായത് 23 കോടി രൂപ എന്ന് പറയുമ്പോൾ 25 കോടി ക്ലബിലേക്ക് കയറുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, 4 ദിവസം കൊണ്ട് ഇത് 30 കോടി ക്ലബിൽ ഉറപ്പിക്കും. അന്നേരം അത് ലോകമെമ്പാടുള്ള കളക്ഷനാണ്. കാരണം കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ ഇത് GCC കിട്ടുന്നുണ്ട്. ഇതിന് UK യിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും ഒക്കെ കിട്ടുന്ന കളക്ഷൻ ഗംഭീര കളക്ഷനാണ്. മമ്മൂട്ടിയുടെ ഇത്രയുള്ള സിനിമാ ജീവിതത്തിലിടയിൽ കിട്ടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ കിട്ടുന്നത്. മാത്രമല്ല ബാംഗ്ലൂരിലായാലും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ബാംഗ്ലൂരിലും ചെന്നൈയിലും, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ഭയങ്കരമായ കളക്ഷൻ, ഇഷ്ടംപോലെ ഷോ കൗണ്ട് കൂടുകയാണ്. അതൊരു സിനിമ നന്നായാൽ പിന്നെ പരസ്യം വേണ്ട. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഗംഭീരമായിട്ട് കയറിപ്പോക്കോളും. അതിനുള്ള 2 ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രേമലുവും ഗംഭീരമായിട്ട് കളക്ട് ചെയ്യുന്നു. അടുത്തത് ഈ സിനിമയാണ്, ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗം അർഹിച്ച വിജയമാണ്. കലാപരമായും ടെക്നിക്കലിയും നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഗംഭീരമായ സിനിമ. മലയാളികൾ നമ്മുടെ ഹോളിവുഡിനും അല്ലെങ്കിൽ ലോകത്തിനും സമർപ്പിക്കുന്ന ഒരു സിനിമയായിട്ട്, ഒരു വെറൈറ്റി സിനിമയായിട്ട് കരുതാവുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. അന്നേരം അത് 25 കോടി ക്ലബിലോട്ട് കയറുക എന്ന് പറയുന്നത് എല്ലാവർക്കും, ഒരു സാധാരണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആഹ്ലാദിക്കാം. ഇനി അങ്ങോട്ട് അടുത്ത കോടി ക്ലബിനെക്കാട്ടിൽ ഇതുപോലെ ഗംഭീര വിജയങ്ങൾ നേരിട്ട പരീക്ഷണ ചിത്രങ്ങളില്ല. അങ്ങനെ കൂടുതൽ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം സിനിമ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.